നമസ്കാരം. ഞാൻ ഇന്ന് സൗത്ത് ഗോവയിലെ ഒരു ഗംഭീര ബീച്ച് കാണാൻ പോവുകയാണ്. സാധാരണഗതിയിൽ അധികം ആരും പോകാത്തൊരു ബീച്ചാണ് ബട്ടർഫ്ലൈ ബീച്ച്. ഇത് വനത്തിനകത്തൂടെ ട്രെക്ക് ചെയ്ത് കാണേണ്ട ഒരു ബീച്ചാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് പാലോലം ബീച്ചിൽ നിന്ന് 1500 രൂപ പെർ ഹെഡ് കൊടുത്താൽ ബോട്ട് വഴി ഈ ബീച്ചിലെത്താൻ പറ്റും. ഇപ്പോൾ ഈ ട്രക്കിംഗ് റോഡിലൂടെ ജീപ്പ് സഫാരി കിട്ടുന്നുണ്ട്. 400 രൂപയാണ് ഒരാൾക്ക്. അപ്പോൾ ആ ബീച്ചിലേക്കാണ് ഞാനിന്ന് പോകുന്നത്. പിന്നെ നിങ്ങൾ ഗോവയിൽ വരുമ്പോൾ നിങ്ങൾ ഈ പല റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങണം. ചിലർക്ക് പല കൺഫ്യൂഷനാണ്, എവിടെ ഇറങ്ങണം, ഏത് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയാലാണ് നമുക്ക് കൂടുതൽ കാഴ്ചകൾ കാണാൻ പറ്റുക എന്നുള്ളതൊക്കെ പലർക്കുമുള്ള കൺഫ്യൂഷനാണ്. അപ്പോൾ അങ്ങനെ കൺഫ്യൂഷൻ ഉള്ളവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ മഡ്ഗാവ് റെയിൽവേ സ്റ്റേഷനിൽ തന്നെ ഇറങ്ങുകയാണ് നിങ്ങൾക്ക് ഗോവ കാണാൻ ഏറ്റവും ഉചിതം. നിങ്ങൾക്കൊരു 2 നൈറ്റും ഒരു 3 ഡേയും നിങ്ങൾക്ക് ഇവിടെ സ്പെൻഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും നല്ലത് മഡ്ഗാവ് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങുക. അവിടെ നിന്ന് തന്നെ നിങ്ങൾക്ക് റെൻ്റ് കാർ കിട്ടും. 1000 രൂപ തൊട്ട് കാറുകൾ ലഭ്യമാണ്. കാറുകൾ എടുക്കുമ്പോൾ സൂക്ഷിക്കുക, അതിൻ്റെ ചുറ്റും ഫോട്ടോയും വീഡിയോസൊക്കെ എടുത്ത് വെച്ചിരിക്കുക. എന്നിട്ട് നിങ്ങൾ അവിടുന്ന് യാത്ര ചെയ്യുക. ഞങ്ങളിപ്രാവശ്യം അങ്ങനെയാണ് ചെയ്തത്. ഞങ്ങളൊരു സ്വിഫ്റ്റ് കാറാണ് എടുത്തത്. 1000 രൂപയായിരുന്നു റെൻറ്റ്. ഞങ്ങൾ മഡ്ഗാവ് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് രാവിലെ 7 മണിക്ക് കാറെടുത്ത് 3 ദിവസം കഴിഞ്ഞ് രാത്രി 8:30 അവിടെ കൊണ്ട് കാർ കൊടുക്കുകയും ചെയ്തു. 3000 രൂപയായിരുന്നു റെൻറ്റ്. 3000 രൂപ ഡിപ്പോസിറ്റായിട്ട് മേടിച്ചിരുന്നു. അത് തിരിച്ചു തന്നു. 2200 രൂപയുടെ പെട്രോൾ അടിച്ചു. മൊത്തം 5200 രൂപ കൊണ്ട് 3 ദിവസം നന്നായി നോർത്ത് ഗോവയും സൗത്ത് ഗോവയും നമുക്ക് സ്വന്തം കാറിൽ പോകുമ്പോഴുള്ള സുഖം അറിയാമല്ലോ, അതേ സുഖത്തോടെ കാണാൻ പറ്റി. നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് ഇഷ്ടമുള്ള സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. എല്ലാത്തിനും ഉപരിയായി പ്രൈവസി ഉണ്ടായിരുന്നു. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ റോഡിൽ ടോളില്ല. കാരണം ഞാൻ മഡ്ഗാവിൽ നിന്ന് ഇത്രയും ദൂരം പനാജി വരെ പോയിരുന്നു. അവിടെ ഒന്നും ടോളില്ല. മിക്ക റോഡും 6 വരി പാതകളാണ്. 4 വരി പാതയാണ് എല്ലായിടത്തും ഉള്ളത്. മിക്ക സ്ഥലങ്ങളിലും 6 വരി പാതയുണ്ടായിരുന്നു. ഒരിടത്തും ടോളില്ലായിരുന്നു. അതുകൊണ്ട് നമുക്ക് ടോൾ കൊടുക്കേണ്ടി വന്നിട്ടുമില്ല. അപ്പോൾ നമ്മളിനി ഈ പ്രധാന റോഡിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ നേരെ പോകുന്നത് ബട്ടർഫ്ലൈ ബീച്ചിലേക്കാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കാടിൻ്റെ നടുക്കാണ് ഈ ബീച്ച് ഉള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളിപ്പോൾ ഒരു ഗട്ടർ റോഡ് കയറിയാണ് ഈ ബീച്ചിലേക്ക് പോകേണ്ടത്. ഇവിടെയാണ് ഈ ബട്ടർഫ്ലൈ ബീച്ചിലേക്ക് വരുന്നവരുടെ പാർക്കിംഗ് ഉള്ളത്. ഇവിടെ നിന്ന് ഏകദേശം 2 കിലോമീറ്റർ നടന്ന് പോകാൻ ഉള്ള ദൂരമാണ്. നമുക്ക് ഇവിടുന്ന് ഇപ്പം ജീപ്പ് സവാരി ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ 400 രൂപയാണ് പെർ ഹെഡ്. അങ്ങനെ ജീപ്പ് സവാരിയിലും പോകാൻ പറ്റും. വിശാലമായ പാർക്കിംഗ് ആണ്. വാഹനങ്ങളൊക്കെ വളരെ കുറവാണ്. കാരണം ഈ ബീച്ചിൽ അങ്ങനെ അധികം ആളുകൾ വരുന്നില്ല. നടന്നു പോകാനുള്ള ബുദ്ധിമുട്ടും പിന്നെ ഈ ചിലവൊക്കെ ഉണ്ടായിരിക്കാം. ഇത് ജീപ്പ് സഫാരിയാണ്. ഇതിൽ പോകാൻ ഞാൻ ഒരിക്കലും സജസ്റ്റ് ചെയ്യില്ല. കാരണം ഇതിൽ പറക്കി അടുക്കി ഒക്കെയാണ് ആൾക്കാരെ കൊണ്ടുപോകുന്നത്. നടന്നു പോകാൻ പറ്റുന്നവരുണ്ടെങ്കിൽ ഈ വഴി നടന്നു പോവാം. നടന്നു പോകാൻ പറ്റുന്നവർ മാത്രമേ വരാവൂ, ഇല്ലെങ്കിൽ പണിയാവും. അത്യാവശ്യം മഴയൊക്കെ ഉണ്ടെങ്കിൽ നല്ല ചെളിക്കുണ്ടുകളാണ്. പിന്നെ നമുക്ക് ഇടയ്ക്ക് ചില കൊച്ചു ഷോർട്ട് കട്ടുകളൊക്കെ കിട്ടും, അതുവഴി കയറി പോകാം. പക്ഷേ നടന്നു പോകുന്നതിൻ്റെ സുഖമുണ്ടല്ലോ, അതായത് ട്രക്കിംഗ് ഒക്കെ ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ അതിൻ്റെ സുഖമൊന്നും വേറെ തന്നെയാണ്. ഈ ജീപ്പിലിരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചു പോകുന്നതിനേക്കാൾ എത്രയോ ബെറ്റർ ആണെന്ന് അറിയാമോ ഈ കാട്ടിലൂടെ ഇങ്ങനെ നടന്നു പോകാൻ. ഓർക്കുക, നമ്മളൊരു ബീച്ച് കാണാനാണ് ഈ പോകുന്നത്. കാട്ടിലൂടെ നടന്ന് ഒരു ബീച്ച് കാണാൻ പോവുകയാണ്. ഇനിയൊരു സത്യം പറയട്ടെ, ഈ കാട്ടിലൂടെ എത്ര നടന്നാലും നമുക്കൊരു ക്ഷീണം ഉണ്ടാകത്തില്ല. ഈ നടക്കുന്ന ദൂരം എത്ര നമുക്ക് അറിയുപോലുമില്ല. ജീപ്പ് ഇവിടെ വരികയുള്ളൂ. ഇവിടെ നിന്ന് ജീപ്പിൻ്റെ അവസാനം സ്റ്റോപ്പ് ചെയ്താണ്. ഇവിടെ നിന്ന് 300 മീറ്ററോളം ഈ ജീപ്പിൽ വരുന്നവരും നടന്നു പോകണം. ഈ തീരെ നടക്കാൻ മടിയന്മാരാണ് ഈ ജീപ്പിൽ വരുന്നത്. ഇവരൊക്കെ ഇനി ഇവിടുന്ന് ഒരു 300 മീറ്റർ എങ്ങനെ നടക്കുമെന്ന് കണ്ടറിയണം. അപ്പം ഇതുവരെ ഉള്ള റോഡല്ല, ഇതുപോലെ ഇടുങ്ങിയ റോഡാണ്. കാരണം നടവഴി മാത്രമേ ഉള്ളൂ.
നമ്മളിങ്ങനെ നടന്ന് ഏതാണ്ട് ഒരു 200 മീറ്റർ 300 മീറ്ററൊക്കെ ആകുമ്പോൾ നമ്മുടെ മുമ്പിലേക്ക് ഈ ബട്ടർഫ്ലൈ ബീച്ച് ഇങ്ങനെ തുറന്ന് വരികയാണ്. അതൊരു വലിയ കാഴ്ചയാണ്, നല്ലൊരു കാഴ്ചയാണത്. നിങ്ങൾ എപ്പോഴെങ്കിലും ഗോവ വന്നാൽ നിങ്ങൾ ഈ ബട്ടർഫ്ലൈ ബീച്ച് മിസ് ചെയ്യരുത്. നല്ല രസമാണ്. ഇങ്ങനെ കാട്ടിലൂടെ വന്നിട്ട് നേരെ വന്ന് ഈ ബീച്ച് അങ്ങ് തുറന്ന് നമ്മുടെ മുന്നിലേക്ക് വരികയാണ്. ഈ ബീച്ചിന് ഹണിമൂൺ ബീച്ച് എന്നും ഒരു പേരുണ്ട്. അതിൻ്റെ പ്രധാന കാര്യം ഇവിടെ തിരക്ക് കുറവാണ്. പിന്നെ മറ്റ് കടകളോ അങ്ങനെയുള്ള ഒരു ശല്യം ഇവിടെ ഇല്ല. അതായത് ഇവിടെ വരുന്നവർ മാത്രം, അല്ലാതെ ഇവിടെ നമുക്കൊരു വെള്ളം പോലും മേടിച്ചു കുടിക്കാൻ ഇവിടെ പറ്റില്ല. അപ്പം നമ്മൾ വെള്ളമൊക്കെ വേണമെങ്കിൽ കൈ കരുതിക്കണം. നോക്കിയ കാട്ടിലൂടെ നേരെ ഞാൻ വന്നിങ്ങി ഇറങ്ങിയത് ഈ ബീച്ചിലേക്കാണ്. ചുറ്റും നമ്മളിതിൻ്റെ ചുറ്റും ഞാനിപ്പോൾ കാണിക്കാം. ഈ ചുറ്റും പാറകളും മലകളുമാണ്. പിന്നെ സാധാരണ ബീച്ചിൽ വരുന്ന ഒരു ബഹളമോ ഒന്നുമില്ല. നല്ല രസമാണ് ഇവിടെ ഇങ്ങനെ സമയം ചെലവഴിക്കാൻ. നമ്മളതുകൊണ്ട് ആ വഴിയാണ് വന്നത്. ആ വഴിയാണ് നമ്മൾ ഇങ്ങോട്ട് ബീച്ചിലേക്ക് ഇറങ്ങിയത്. ഇങ്ങനെ ചുറ്റും നല്ല മലകളും വലിയ പാറക്കെട്ടുകളും. അപ്പം നിങ്ങൾ ഈ ഗോവയിൽ പോകുമ്പം ഒരിക്കലും ഈ ബട്ടർഫ്ലൈ ബീച്ച് മിസ് ചെയ്യരുത്. നല്ലൊരു അനുഭവമായിരിക്കും നിങ്ങൾക്ക് അവിടെ കിട്ടുക. പിന്നെ ഇതിന് ഈ ബട്ടർഫ്ലൈ ബീച്ച് എന്ന് പേര് വരാൻ കാര്യം ഇവിടെ ധാരാളം പൂമ്പാറ്റകളുണ്ട് കേട്ടോ. ധാരാളം പൂമ്പാറ്റകളെ, പല ഇനത്തിൽപ്പെട്ട പൂമ്പാറ്റകളെ കാണാൻ പറ്റും. പിന്നെ പാലോലം ബീച്ചിൽ നിന്ന് നിങ്ങൾ ബോട്ടെടുത്താണ് ഇങ്ങോട്ടേക്ക് വരുന്നെങ്കിൽ നിങ്ങൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ഡോൾഫിനെയും കാണാൻ പറ്റും. അങ്ങനെ ഒരു അവസരവും ഈ ബട്ടർഫ്ലൈ ബീച്ചിലുണ്ട്. അപ്പോൾ നിങ്ങൾ നെക്സ്റ്റ് ടൈം ഗോവയിൽ വരുമ്പോൾ ഉറപ്പായിട്ടും ഈ ബട്ടർഫ്ലൈ ബീച്ച് കൂടെ കണ്ടിട്ടേ പോകാവൂ. അത് നിങ്ങൾക്കൊരു നഷ്ടമാവുകയില്ല. അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കാവുന്നതാണ്. ഷൂ നനയരുന്ന് വിചാരിച്ചതാ, അവസാനം ഷൂ നനഞ്ഞു. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതും ഗോവയിലെ തന്നെ മറ്റൊരു വീഡിയോ ആയിരിക്കാം. അപ്പം അതുവരെ ബൈ.